മാസ്റ്റർ പീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. എല്ലാവരും ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ 60% മുകളിൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പലരും യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാ സോഷ്യൽ മീഡിയയിലും പല വീഡിയോകളും കണ്ട് മടുത്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്താണ് നമ്മൾ വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പലരുടെയും ഉണ്ടാക്കുന്ന സംഭവം വളരെ തെറ്റാണ്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ കേട്ടത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക. 22/2/2020 മുതലുള്ള 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് വരെ വരുന്ന എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക. അതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കും. അദ്ദേഹത്തിന് ഞങ്ങൾ ആ TV നൽകുന്നതാണ്. അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് എങ്ങനെ ഹാൻഡ് സാനിറ്റൈസർ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എങ്ങനെയെങ്കിലും അല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോളാണ് എടുത്തിരിക്കുന്നത്. 70% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോൾ നമ്മൾ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. 100 ml-ന് 40 രൂപയുണ്ട് വില. അതുപോലെ പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഗ്ലിസറിനാണ്. ഗ്ലിസറിന് 32 രൂപയാണ് 100 ml-ന്. അത് രണ്ടും മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. അതടങ്ങിയിട്ടുള്ള ജെല്ലാണിത്. ഇതിന് 140 രൂപ വില വരുന്നുണ്ട് കേട്ടോ, 120 ml-ന്. അതുപോലെ തന്നെ അലോവേര എന്ന് പറയുന്ന കറ്റാർവാഴ, ഈ ഒരു കറ്റാർവാഴയും നമുക്ക് ആവശ്യമുണ്ട്. കറ്റാർവാഴയുടെ 2 ലീഫുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് 2 രീതിയിൽ ഉണ്ടാക്കാം. അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഇത് വെച്ചിട്ട് സാധനം ഉണ്ടാക്കുന്നില്ല, ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചാൽ പല വീഡിയോസും കണ്ടതിന് ശേഷം പഠിച്ച് അതേപോലെ ഉണ്ടാക്കി നോക്കാമെന്നൊക്കെ കരുതിയായിരുന്നു. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രശ്നം വന്നു. നമ്മുടെ ഒരു സുഹൃത്ത്, സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളെപ്പോലെ തന്നെ ഒരു സബ്സ്ക്രൈബറാണ്, ദുബായിലുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ഹാൻഡ് സാനിറ്റൈസറുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഉണ്ടാക്കിയാലോ എന്ന് അദ്ദേഹത്തോട് സംശയം എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിക്കും പറയുകയാണെങ്കിൽ അത് തെറ്റായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 70% ആൽക്കഹോൾ അടങ്ങിയിട്ടില്ല. ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോൾ 70% മാത്രം അടങ്ങിയിട്ടുള്ള ആ ബോട്ടിലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അതിലേക്ക് മറ്റ് കണ്ടൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അത് 70%-ൽ നിന്നും 50%-ൽ നിന്നും താഴേക്ക് 60% വരെയാണ് ഇവർ പറയാറുള്ളത്. അതുകൊണ്ട് 60%-ൽ നിന്നും താഴേക്ക് ആൽക്കഹോൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാനിറ്റൈസറാണ് വീട്ടിലുണ്ടാക്കുന്നത്. അത് ശരിക്കും നമുക്ക് ഉപയോഗപ്രദമല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ട് അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ട ആ ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോൾ ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. 99.9% കിട്ടുന്ന ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോൾ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഞാൻ ആമസോണിൽ നിന്നും ഓർഡർ ചെയ്തതാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്താൽ മതി. 2-3 ദിവസം കൊണ്ട് നിങ്ങളുടെ സൈറ്റിനനുസരിച്ച് പെട്ടെന്ന് തന്നെ വരുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 രീതിയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കറ്റാർവാഴ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ജെല്ല്, അലോവേര ജെല്ല്, കറ്റാർവാഴ ജെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മുടിയിൽ ഉപയോഗിക്കുന്ന ജെല്ല് വാങ്ങാൻ കിട്ടും. അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് സാനിറ്റൈസറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല, നമുക്ക് ഈ 2 വിഭാഗത്തിൽപ്പെട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. 99.9% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോൾ ഇതാണ്. ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഉള്ളത് തന്നെ കേട്ടോ. ഇതിനു മുമ്പ് തന്നെ എൻ്റെ കയ്യിലുള്ളതായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. അതാണ് അത് കൊടുക്കാൻ കാരണം. ഇനി നമ്മൾ ഇതേപോലെയുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലേക്ക് മിക്സ് ചെയ്ത് കാണിച്ചു തരാണ്. ഏകദേശം അതിൻ്റെ അളവ് കറക്റ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഐസോപ്രൊപ്പല്ലർ ആൽക്കഹോൾ 99.9% ഉള്ളത് ഈ ഒരു ടീസ്പൂൺ വഴി നമ്മൾ അളക്കുകയാണ്. ഒരു 10 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരു 10 ടീസ്പൂൺ എന്നല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നത് ml-ൻ്റെ കണക്കിനനുസരിച്ചാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാനൊരു അളവ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ടീസ്പൂണിൻ്റെ അളവിലെടുത്തിരിക്കുന്നത്. അപ്പോൾ 10 ടീസ്പൂൺ നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ജെല്ലാണ് ഇടാൻ പോകുന്നത്. അലോവേരയുടെ ജെല്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ജെല്ല് നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 10-ലേക്ക് 2 ടീസ്പൂൺ ജെല്ല് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഗ്ലിസറിൻ ഉപയോഗിക്കാൻ പോവാണ്. ഈ ഗ്ലിസറിനും 2 ടീസ്പൂൺ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. 10, 2, 2. ഓക്കെ, ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് പറഞ്ഞാൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യണം. ഒരു 10 മിനിറ്റെങ്കിലും സമയം എടുത്ത് നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ റെഡിയായി കഴിഞ്ഞു. അലോവേരയുടെ ജെല്ല് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് നമുക്കിനി മാറ്റി വെക്കാം.
ഇനി അതേപോലെ തന്നെ നമ്മൾ ഇനിയും പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അലോവേര എന്ന് പറയുന്ന കറ്റാർവാഴ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വളരെ സിമ്പിൾ തന്നെയാണ്. ഇതിൻ്റെ ജെല്ല് മാറ്റിയിട്ട് കറ്റാർവാഴ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. കറ്റാർവാഴ നിങ്ങൾക്ക് ഷോപ്പുകളിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടുകളിലൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഷോപ്പുകൾ വൈദ്യ ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന കേട്ടോ, അവിടെ നിന്ന് വാങ്ങിയാൽ മതി. ഓക്കെ, ഞാൻ 2 പീസ് വാങ്ങിയത് 20 രൂപക്കാണ്. ഇത് ഇതേപോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ലാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ ജെല്ല് എടുത്തതിന് ശേഷം ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തു കഴിഞ്ഞു. ഇനി ഇത് ഒരു ചെറിയൊരു ഉരലുണ്ടെങ്കിൽ അത് എടുത്തതിന് ശേഷം അതിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കുകയാണെങ്കിൽ ജെല്ല് രൂപത്തിൽ തന്നെ ആവുന്ന കേട്ടോ. കട്ടിയുള്ള രൂപത്തിൽ നിന്നും ഒന്ന് കുഴഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും അതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ സ്പൂൺ കൊണ്ട് ചെയ്താലും മതി. അപ്പോൾ എന്തായാലും നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ 10 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ജെല്ലിൽ നിന്നും 2 ടീസ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്ലിസറിനും 2 ടീസ്പൂൺ അതേപോലെ തന്നെ ചെയ്യുക. ഈ ഒരു ജെല്ല് മാത്രം മാറിയിട്ടുള്ളൂ. ജെല്ലിന് പകരം നമ്മളതിൻ്റെ ഒറിജിനൽ ലീഫിൽ നിന്ന് തന്നെ എടുത്തു എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ അലോവേരയുടെ ജെല്ല് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലീഫിൽ നിന്നും എടുക്കാം. അത്രേ ഉള്ളൂ. ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അലോവേരയുടെ ലീഫിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം വാസനയായിരിക്കും. ഈ ഒരു വാസന ഇഷ്ടപ്പെടാത്തവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാവുന്ന കേട്ടോ. എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വാസനയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അല്ലാന്നുള്ളവർക്ക് മറ്റു രീതിയിലും ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് 2 രീതിയിലും ഉണ്ടാക്കാം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒരു 60% മുകളിൽ എന്തായാലും ആൽക്കഹോൾ അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാനേതായാലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അലോവേരയുടെ ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അതേപോലെ അളവിലിട്ടതിന് ശേഷം കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു ബോട്ടിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒരു പഴയ ബോട്ടിലുണ്ട്, അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഹാൻഡ് സാനിറ്റൈസർ റെഡിയായി കഴിഞ്ഞു. 60% മുകളിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കറ്റാർവാഴയാണ് കിട്ടുന്നതെങ്കിൽ അതേപോലെ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജെല്ല് ഉപയോഗിച്ചുകൊണ്ട് കറ്റാർവാഴയുടെ ജെല്ല് വാങ്ങാൻ കിട്ടും, അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് ഹാൻഡ് സാനിറ്റൈസർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക, അതായിരിക്കും ഏറ്റവും എളുപ്പം. ഇത് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഇറക്കി തരേണ്ടി വന്നു കേട്ടോ. കുറേ ആളുകൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് സമയത്ത് നമ്മൾ ഇറക്കാതിരുന്നത് ഇതിനെക്കുറിച്ച് ശരിക്കും കറക്റ്റായിട്ട് പഠിക്കാതെ ഇതിനെക്കുറിച്ച് ഇറക്കിയിട്ട് കാര്യമല്ലോ, നിങ്ങളുടെയൊക്കെ ക്യാഷ് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് പറഞ്ഞു തന്ന ഡോക്ടർക്ക് വളരെയധികം നന്ദി. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. 60% മുകളിലേക്ക് ആൽക്കഹോൾ മുന്നിട്ട് നിൽക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഉണ്ട്, അത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷുകാരുടെ വീഡിയോസാണ്, മലയാളത്തിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മലയാളികളതൊന്നല്ല, മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അവരുടെ അതുപോലെയുള്ള വീഡിയോസ് അത് ശരിക്കും കൈമിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പിലുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോളാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കാരണം ഡ്രിങ്കിങ് ആൽക്കഹോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ മതി. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് ഫേക്കാണ്. പിന്നെ ഇതിൽ കുറേ ഫേക്ക് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നാലും നമുക്ക് പറഞ്ഞു തന്ന ആ ഡോക്ടർക്ക് വളരെയധികം നന്ദി. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. രോഗങ്ങളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ പീസ് എന്ന ഈ ഒരു ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിട്ട് നമ്മൾ ഗീവ് അവേ ആയിട്ട് പ്രൊഡക്റ്റ് വെച്ചത് ഒരു 32 ഇഞ്ച് LED TV ആണ്. അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 22/2/2020 മുതൽ 1 മില്യൺ വരെ വരുന്ന വീഡിയോസിന് എല്ലാത്തിനും കമൻറ്റ് ചെയ്യുക. അതിൽ നിന്നും ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യും. ആ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു കമൻറ്റ് നമുക്ക് കമൻറ്റ് പിക്കർ വെച്ചിട്ട് തിരഞ്ഞെടുക്കാം. അവർക്ക് കിട്ടുന്നവർക്ക് ഞാനും അതിലും നേരിട്ട് തന്നെ അത് കൊണ്ടുവന്ന് തരുന്ന കേട്ടോ. അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.